പെർഫ്യൂം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഈസിയാണ്. ഒരു ജ്യൂസ് കൊണ്ടുവന്നിട്ട് ഈ ജ്യൂസിൽ എന്തൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയെടുക്കലാണ്. മണങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നോട് നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ എത്ര മണങ്ങളുണ്ട്, ലോകത്ത് എത്ര നമ്പറുണ്ട്, അത്ര മണങ്ങളുണ്ട്. റൊമാൻറ്റിക് മൂഡ് ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന മേഖലകൾ ഇതാണ്. We help businesses to set up their roots in the UAE by providing hassle-free setup of business services. Fast Business Center, your company formation experts. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണല്ലേ? അതെ, അതായത് ഇപ്പോൾ നമ്മൾക്ക് ഒരു പൗരുഷമണം എന്ന് പറയാം. ഇപ്പോൾ സ്ട്രോങ്, ഒരു സ്മോക്കി, ലെതറി, വുഡി, അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ് നമ്മൾ ആ മണത്തിലാണ് പോകുന്നത്. കാരണം എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ ആ ഒരു മണം, പൗരുഷം അതുണ്ടാകും. കുറച്ചൊരു ഒരു പക്ഷേ ഞാൻ പറയുന്നത് തെറ്റായിരിക്കാം. ആളൊരു ഇതാണ്, ഹാർഡാണ്. ഹാർഡ് മീൻസ് ആഢ്യത്യം ആ പെരുമാറ്റത്തിലുണ്ടാവാം, ആ ഇത് ഗാംഭീര്യം ചെയ്യുന്ന പ്രവർത്തനം. അപ്പം അതുകൊണ്ട് ആ ഒരു ഗ്രൂപ്പിലേക്ക് വിടുക. അതിലേക്ക് തരുവാണല്ലോ. അതെ, നമുക്ക് നോക്കാം. നമ്മൾ ആൽക്കഹോൾ, ഫ്രാഗ്രൻസ് എടുത്തിട്ട് അതുകൊണ്ട് ഈ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളിപ്പോൾ ഈ സ്പ്രേയിൽ ആൽക്കഹോൾ ഉപയോഗിച്ച സ്പ്രേ ഉണ്ടാക്കും. ആൽക്കഹോളിലാണ്. ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കരുത്, പെർഫ്യൂമിന് വേണ്ടി വരുന്ന ആൽക്കഹോൾ ഉണ്ടല്ലോ, അത് വേറെ ഒന്നാണ്, അത് കുടിക്കാൻ പറ്റുന്നതല്ല. ആൽക്കഹോളാണ് ഈ പെർഫ്യൂമിനെ കെയർ ചെയ്തിട്ട് പുറത്തേക്ക് എറിയുന്നത്. ആൽക്കഹോളിൻ്റെ ജോലി എന്താണ്? പെർഫ്യൂമിനെ സ്പ്രെഡ് ചെയ്യിക്കാന്നുള്ളത്, ബ്ലെൻഡ് ചെയ്യുക. ഇപ്പോൾ ഡിഫറെൻറ്റ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഓരോ മണങ്ങളുണ്ടാവും, അതിനെ ഇതാക്കി കൊടുക്കാന്നുള്ളതാണ്. ഇതാ ലെവൻഡർ ഒക്കെ ഒരു ഫ്രഷ് മണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതാ പച്ചോളി, അതായത് പച്ചോളി ബേസായിട്ട് കൊടുക്കും. പച്ചോളി ഇതൊക്കെ ലാസ്റ്റിൽ ഇതൊക്കെ വാങ്ങുന്നു, പർച്ചേസ് ചെയ്യുന്നതാണ്. ഈ ഫ്രാഗ്രൻസുകൾ ഏതൊക്കെ സാധനങ്ങൾ ഏതൊക്കെ ലോകത്ത്. ഇപ്പോൾ പച്ചോളി ഒരു പക്ഷേ എൻ്റെ പ്രത്യേക ഇറ്റലി ഭാഗങ്ങളിലായിരിക്കും ഏറ്റവും ഫേമസ്. ഇപ്പോൾ ജാസ്മിൻ ഒരു പക്ഷേ ഇന്ത്യൻ ജാസ്മിനായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം തായ്ഫിൻ്റെ ഫ്ലവറുകളുണ്ട്. രാമച്ചും ഇന്ത്യൻ്റെ ആണ് ഏറ്റവും നല്ലത്. സാൻഡിൽ ആഫ്രിക്കയിൽ നിന്ന് വരുന്നുണ്ട്. അങ്ങനെ ഓരോ രാജ്യത്ത് അവിടെയൊക്കെ വരുന്നുണ്ട്. അവിടുന്ന് വരുന്ന സാധനങ്ങൾ, ഈ സാധനങ്ങൾ കളക്ട് ചെയ്തിട്ട് ഇവർ ഫ്രാൻസിൽ കൊണ്ടിട്ട് ഇതിനെ എക്സ്ട്രാക്ട് ചെയ്യും. എന്നിട്ട് അവിടെ നിന്നാണ് ഇത് സാധനം. അത് സ്പെയിനിൽ നിന്ന് വരുന്നുണ്ട്, ഇന്ത്യയിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും നല്ല മണങ്ങൾ നമ്മളുടെ മണങ്ങളാണ് ഈ ലോകത്തേക്ക് പരക്കുന്നത്. ഇന്ത്യയിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ഫ്രാഗ്രൻസിൻ്റെ ഇത് പോകുന്നത്. പക്ഷേ അതിനെ ഉപയോഗിച്ച് ഇതിനതാക്കി ലിക്വിഡായിട്ട് കൊണ്ടുവരുന്നത് ഫ്രാൻസിൽ നിന്നാണ് എൻ്റെ അഭിപ്രായം. ജഫ്രാൻ ഇത് പ്രത്യേക കണക്കുണ്ടല്ലേ? അതിൽ കണക്കുണ്ട്. അഗർവുഡ്. ഞാൻ നേരത്തെ വെച്ചാൽ ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു പാട്ട് പാടണം അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? ഞാൻ പാട്ട് പാടുമോ? പാട്ട് പാടും. പാട്ട് പാടിയൊന്ന് ചെയ്താൽ നമുക്ക്. അത് പാട്ട് പാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പാട്ടിനേക്കാൾ കൂടുതൽ ഞാൻ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡാൻസ് ചെയ്യുന്ന അങ്ങനെയല്ല, ഞാനിങ്ങനെ മനസ്സിൽ ഡാൻസിങ് പാട്ട്. അപ്പോൾ പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ ഇപ്പോൾ ഏതാണ് ഒരു അണ്ടകടാഹാര, അതിൽ തോന്നിട്ടുണ്ട് അങ്ങനെ പാട്ട്, നല്ല രസമുള്ള പാട്ട്. എനിക്ക് പാടാൻ എനിക്കറിയേണ്ട സംഭവം. പക്ഷെ പാടാണല്ലോ, നമ്മൾ പാടാന്ന് ഇങ്ങനെ മൂളിപ്പാട് പാടും. അത് വേണ്ട, അത് പാടാൻ അറിയുന്ന ആരെങ്കിലും കണ്ടിന്യൂ ചെയ്യാല്ല, നമുക്ക് വേണം പാടാം. അത് ആരെങ്കിലും പാടുമ്പോൾ ഒരു കാര്യം ചെയ്യും. ഞാൻ പാട്ട് പാടില്ല, ഞാൻ ഇങ്ങനെ സംസാരിക്കും. അതിനേക്കാൾ ഇതാണ്, ഞാൻ പെർഫ്യൂം ഉണ്ടാക്കലാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പെർഫ്യൂം ഉണ്ടാക്കുമ്പോൾ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ അതായത് പെർഫ്യൂമിനോട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു പക്ഷെ പറയും മ്യൂസിക്കാണ്. ആരോഹണം, അവരോഹണം എന്നൊക്കെ പറയണത്, അങ്ങനെ പല ഗ്രൂപ്പ്. അതേപോലെയാണ് ഇതിന് ഞങ്ങൾക്ക് ബേസ്, മിഡിൽ, ടോപ്പ്, അങ്ങനെയാണ്. പെർഫ്യൂമും മ്യൂസിക്കും കൂടി ഒരുപാട് ബന്ധങ്ങളുണ്ട്. അതേമാതിരിയാണ് ഒരു മണം. നിങ്ങൾക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പെർഫ്യൂം ഉപയോഗിച്ച പെർഫ്യൂം പക്ഷേ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. അല്ലെങ്കിൽ ഇന്ന കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ഒരു പെർഫ്യൂം അടിച്ച് അത് ഈ മണമാണല്ലോ എന്ന് പറയും. അതേപോലെ ഇപ്പോൾ ഞാൻ ഓർമ്മകളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാട്ട് അല്ലല്ല, അത് പാട്ട് എനിക്കറിയാം അല്ല. അപ്പം ആ പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ ഞാൻ സിനിമ കാണാൻ പോകുമ്പോൾ സർലീന തിയേറ്ററിൽ അവിടെ ഇതിന് സ്കൂൾ കട്ടിലൊക്കെ പോകുമ്പോൾ ചെയ്യുന്ന പരിപാടിയിലാണ്. അവിടുത്തെ നൂൺ ഷോക്ക് ഇത്രാമത്തെ പാട്ട് വെച്ച് കഴിഞ്ഞാൽ
ഇത് കൊടുക്കും, ടിക്കറ്റ് കൊടുക്കും. അപ്പോൾ ആ ഓരോ ഓർമ്മകൾ നമുക്ക് കാലഘട്ടം ഓർമ്മ വരും. അതേപോലെയാണ് പെർഫ്യൂം, മ്യൂസിക്കും അത് തന്നെയാണ്. നമുക്ക് ഓരോ കാലഘട്ടങ്ങൾ വരും. ഇപ്പോൾ എരിഞ്ഞോളി മൂസിലെ പാട്ട് കേട്ടാൽ നമുക്ക് ആ കാലഘട്ടങ്ങളും കല്യാണ പാട്ടുകളൊക്കെ ഓർമ്മ വരും. മ്യൂസിക്കായിട്ട് ഭയങ്കര കണക്റ്റാണ്. നാട്ടിലേക്ക് എപ്പോഴൊക്കെ പോകാറുള്ളത്? നാട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെയല്ല, പോവാറുണ്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നാടും എൻ്റെ ബന്ധുവാണ്. പക്ഷെ എന്നെ ഞാനാക്കിയത് ഈ നാടാണ്. ഈ ഒരു പക്ഷേ ഞാൻ പെർഫ്യൂമർ ആയിക്കൂടാന്നൊന്നുമില്ല നാട്ടിൽ നിന്ന്. പക്ഷെ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഞാനിത്ര സക്സസ് ആവാൻ കാരണം എൻ്റെ കഴിവ് മാത്രമല്ല, ഈ നാടിൻ്റെ കഴിവാണ്. ഒരുപാട് ജനറേഷനും 200-150 രാജ്യങ്ങൾ, എത്ര രാജ്യങ്ങളിലുള്ള ജനങ്ങൾ വന്നിട്ട് വെവ്വേറെ ആവശ്യക്കാരാണ്, വെവ്വേറെ മനങ്ങളാണ്. അയാൾക്ക് ഇഷ്ടം ഇന്ന മണമാണ്. ആഫ്രിക്കൻസിന് വേറെ മണമാണ്, റഷ്യൻസിന് വേറെ മണമാണ്, മൊറോക്കൻസിന് വേറെ മണമാണ്, അറബ്സിന് വേറെ മണമാണ്, ഇന്ത്യൻസിന് വേറെ മണമാണ്, പാകിസ്ഥാനിക്ക് വേറെ മണമാണ്. എല്ലാവർക്കും ആണ്. ഇത് പഠിക്കാൻ പറ്റുന്നത് എവിടെയാണ്? ലോകത്ത് ഒറ്റ സ്ഥലമുള്ളൂ, ഓൺലി ദുബായ്. ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇത് ഡിസ്റ്റിൽ വാട്ടർ. ഇത് ഫിക്സഡ്, ഇതിനൊക്കെ ഒന്നായിട്ട് ലോങ് ലാസ്റ്റിങ്. അതായത് ലോങ് ലാസ്റ്റിങ് മാത്രമല്ല, ഒന്ന് നമ്മുടെ സപ്പോർട്ട് ഉണ്ടല്ലോ. അതായത് നമ്മൾ ഈ ഒരു ഉത്തേജകം എന്നുള്ള ചില എന്താണ് പറയുക, നമ്മൾ സ്പോർട്സ്മാൻ മരുന്ന് ചെയ്യുന്ന പോലെ. പക്ഷെ അപ്പോൾ ചിലർ ഇത് കൂടുതലിട്ട് ഞാൻ മണം. ഒരു ഉസൈൻ ബോൾട്ടിൻ്റെ കൂടെ സാധാരണക്കാരോട് ഓടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഉത്തേജകം അടിച്ചിട്ട് ഓടാൻ പറഞ്ഞ് പറ്റുമോ? നടക്കൂല. അയാൾ അതേ പവറുള്ള ആളാണെങ്കിൽ ലേശം ദസ് ഇറ്റ്. ഇത് 3 ഇത് 3-നെ ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ടേക്ക് 4 ഇതല്ല. ഇത് അത്യാവശ്യമൊക്കെ പോകണടുത്ത് കൈ വെച്ച് അടിയ വലസ്, അത്യാവശ്യമൊക്കെ പോകണടുത്ത് കൈ വെച്ച് പോക്കറ്റ്. അല്ല, അത് അതിൻ്റെ മറ്റേ നേരത്തെ ഉണ്ടാക്കിയതിൻ്റെ ഇതാണ്, പോക്കറ്റ് ഇട്ട് വന്നു പറഞ്ഞു സാർ. യാത്ര ചെയ്യുമ്പോൾ ഇത് നമ്മൾ ഈ സ്പ്രേ നമ്മൾ ഡ്രസ്സിലാണ് ശരിക്കും സ്പ്രേ അടിക്കണം. പല രീതിക്ക് ആളുകൾ ഡ്രസ്സിലടിക്കും, നമ്മൾ കയ്യിലടിക്കും. ഇങ്ങനത്തെ സ്പ്രേകൾ നമ്മൾ എവിടെയാണ് ശരിക്കും അടിക്കുന്നത്? നമുക്ക് സ്മെല്ലിരിക്കും. നമ്മൾ ക്ലോത്തിലാണ് അടിക്കുന്നത്. പിന്നെ നെക്കിൽ ഇത് അടിക്കണമെങ്കിൽ അത്ര തേക്കലാണ്. ഇത് അടിക്കാറുണ്ടല്ലോ, അതെന്തിനാന്ന് പറയുക, അത് നമുക്ക് പെർഫ്യൂം എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് ആണ്. ഇത് ഈ കാറ്റ് നിങ്ങളിങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും, മണമുണ്ട് പറഞ്ഞാൽ സാർ. പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക് മൂഡ് ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന മേഖലകൾ ഇതാണ്. പിന്നെ നമ്മളെപ്പോഴും കയ്യിൻ്റെ ഇവിടെ നിൽക്കുന്നത് നമ്മൾ ആ ഒരു ഇതുണ്ടല്ലോ, ദാടി ആ ഭാഗങ്ങളെ ഉപയോഗിക്കുന്ന കിട്ടുന്ന ആ ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ. അങ്ങോട്ട് കാണുക നമ്മൾ എപ്പോഴും ഈ പെർഫ്യൂം ആരും പിന്നെ അടിക്കുമോ? മുന്നിലടിക്കുന്നത് അത് നമ്മൾ ആ ഭാഗത്തായിരിക്കും നമ്മളുടെ ഇത് കിട്ടുക. അപ്പോൾ പോകുന്നവർക്ക് നമ്മുടെ മണത്തിന് അങ്ങനെ കിട്ടണം, അതാണ് അതിൻ്റെ ഇത്. അല്ലാണ്ട് പിന്നെ ഇതൊക്കെ ഈ നമ്മളുടെ ഇതിൻ്റെ ഇതിനനുസരിച്ചിട്ട് അവിടെ ഇരുന്ന് നമുക്ക് തന്നെ എപ്പോഴും അങ്ങനെ ഒരു ഫീല് കിട്ടും. തന്നെയാണ് നമ്മൾ മെയിനായിട്ട് അടിക്കുന്നത്. You want me to
കുറച്ച് ലാവൻഡർ കൂടി ചേർക്കുക. ഇത് കെട്ടിക്കട്ടെ, ഒരു സ്പെഷ്യൽ ആവട്ടെ. ലിമിറ്റഡ് എഡിഷൻ, ഓൺലി 1 ടൈം. ആ അത്രേ ഉള്ളൂ. പക്ഷെ ഇതേപോലത്തെ ഉണ്ടാക്കാന്ന് മാത്രം. പിന്നെ ഓരോ മൂഡാണ് ചില ക്രിയേറ്റീവ് നമ്മൾ ചെയ്യുക. അത് അതേമാതിരി നെക്സ്റ്റ് ടൈം വന്നോളണമെന്നില്ല. പക്ഷെ എഴുതി വെക്കണമെങ്കിൽ ഉണ്ടാവും. എൻ്റെ അന്നത്തെ മൂഡായിരിക്കും ഇന്നുണ്ടാവും. പക്ഷെ അത് എഴുതി വെക്കണമെങ്കിൽ ആ മൂഡ് നമുക്ക് ഉണ്ടാക്കി വെക്കണമല്ലോ. അതോ മാഗ്നറ്റ് എന്താണ് ഇപ്പോൾ ഇട്ടത്? മാഗ്നറ്റ്. അവന്റെ പ്രശ്നമില്ല അവിടെ ജീവിതത്തിൽ. നീ പഴയ കുട്ടിക്കാലത്തേക്ക് പോയില്ല? നല്ല സുഗന്ധത്തിൽ ഉള്ളിടത്ത് നിന്ന് പെട്ടെന്ന് പോകാൻ ആർക്കും തോന്നില്ല. ഒരു ബീച്ച് ആവട്ടെ, ഒരു പാർക്ക് ആവട്ടെ, സമയം പോയതറിയില്ല. അതേപോലെയാണ് ഞങ്ങൾ. അതെ 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 അതെ. അതൊക്കെ നമ്മളായിട്ട് വർക്ക് ചെയ്യുന്ന പിള്ളേരാണ് നമ്മളെ. കാരണം അത് അല്ല, ഒരിക്കലും ആ ഫീല് ഒരിക്കലും ഞാൻ പണിക്കാരാന്ന് തോന്നരുത്. നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ എല്ലാവരോടും പറഞ്ഞതാണ്, നിങ്ങളുടെ സ്ഥാപനമായിട്ട് നിങ്ങളുടെ കുടുംബത്തിലത്തെ ഇതായിട്ട്. One more. ഒക്കെ യൂസുഫ് തന്നെ. ഇതിൻ്റെയൊക്കെ പേര് ഇത് ഉണ്ടാക്കി തരാൻ മാത്രമേ. ഇത് ഫ്രഷ്, നമുക്കൊരു നല്ലൊരു ഫ്രഷ് ഫീൽ കാലത്തൊക്കെ ആയി കിട്ടും. ഇതാ ഇതിന് പേരിട്ടു. ഇത് അത് നമ്മളെ അത് ചെയ്തില്ലേ, നിനക്ക് ഇഷ്ടപ്പെടാം. ഏതായാലും മോൾക്ക് ഇഷ്ടം എന്താ വേണം അങ്ങനെയൊന്നും ഇല്ലാതെ പറയും. എന്നാലും പറഞ്ഞു അതെ കേട്ടോ, അങ്ങനെയൊന്നും ഇല്ലാതെ പറഞ്ഞു കേട്ടോ. അതങ്ങനെ പറയാം. മഴയുടെ മണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇതുണ്ട് മോളെ. ഇപ്പം ഞാൻ മോളോട് ചോദിക്കുന്നോട് ഒന്നും ഉണ്ടാവരുത്, മഴ ഏത് ഭാഗത്താണ് പെയ്യണമെന്ന് എനിക്ക് പറഞ്ഞു തരണം. ഇപ്പം നമ്മളൊരു നല്ല ഫോർ എക്സാമ്പിൾ ചന്തയിൽ പറഞ്ഞാൽ ചെല്ലിന് മഴ വരും. ഒരു ഏരിയയിൽ നമ്മോട് ഫീൽ ചെയ്യണത് മാത്രം കിട്ടിയാൽ പോലെ. ഏത് ഏരിയയിൽ മഴ, കാരണം ഇപ്പോൾ ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്താകുമ്പോൾ ഡ്രൈയുടെ മണം കിട്ടും. നമ്മൾ ചിലപ്പോൾ ചെളിയുള്ള ഭാഗത്താണ് ചെളിയുടെ മണം വരും, അല്ലെങ്കിൽ കളിമണ്ണാണ് കളിമണ്ണ്. അങ്ങനെയാണ് ഓരോ മണങ്ങളുണ്ടാവും. അങ്ങനെ ഓരോ മണം. പക്ഷെ അത് ഓരോ കാലാവസ്ഥക്ക് അനുസരിച്ചിരിക്കും. കാട്ടിലാണ് മഴ പെയ്യുന്നത്, കാടിന് അങ്ങനെ അതിന് ബന്ധപ്പെട്ട് എടുക്കുന്നുണ്ടാവും. ഞാൻ ഇതൊന്നും അല്ലാണ്ട് മഴ ഒന്നും പെയ്യണ്ട, നിങ്ങളുടെ ജീവിതത്തിൽ സുഗന്ധം ഉണ്ടാക്കണം വേണം ഉണ്ടാക്കിയാൽ പോരാ. നമുക്ക് നല്ല എന്ത് മഴ പെയ്യിക്കണം നമ്മുടെ ഒരു കുളിർമഴ പെയ്യിക്കണം. ആയിക്കോട്ടെ, കുളിർമഴ എന്തുവേണം? യെസ്, കാലൊക്കെ അതാണ് വേണ്ടത്. അല്ല, എനിക്കറിയില്ല നിങ്ങളുടെ ആരൊക്കെ എന്തൊക്കെയാണ് വന്നുള്ളത്. ആ ഇതിനു വേണ്ടി പറയണല്ല, ആ മുഖത്തൊരു കണ്ടു കഴിഞ്ഞാൽ ചിലർ മുഖത്ത് നോക്കിയപ്പോൾ ഇന്നിങ്ങനെ പറയില്ലേ. അപ്പം എൻ്റെ ഉമ്മ എപ്പോഴും തേടാറുള്ള തേട്ടാണ് എൻ്റെ മക്കൾ എവിടെ പോയി കഴിഞ്ഞാൽ ഒരു സ്ഥാനവും മാനവും ഉണ്ടാവണം. എപ്പോഴും ദുആ ചെയ്തു. ഒരാൾ ഡാ എന്ന് പറഞ്ഞ് വിളിക്കരുത്. ഡാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു തത്തിട്ടാ എന്ന് പറഞ്ഞിട്ട് വിളിയുന്നത്. അത് ഇയാളുടെ മുഖത്തുണ്ട്. ഇയാളുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ കുലിയുന്നത് അതുണ്ട്. ശരണകർത്തി തെറ്റ അതാണ്. നീ വെച്ച് പൊങ്ങച്ചം കൂടാൻ നിൽക്കണ്ട. അത് വേണം. ആ താഴ്ന്ന അതാണ് സാർ. എപ്പോഴും നമ്മളായിട്ട് ജീവിക്കാം. ദാസ് ഞാൻ നല്ല മണം ഉണ്ടാക്കി തരാം. ഒരു കാര്യം ചെയ്യും, ബ്രൈറ്റ് അപ്സ് അല്ല നോർമൽ സ്ട്രോങ് ആവും. ഇതുണ്ട് ബ്രൈറ്റ് ക്രിസ്റ്റലുണ്ട്. ഇല്ലെങ്കിൽ ഇടി തണ്ടറുണ്ട്. ഡൽഹിയിൽ നിന്ന് എടുക്കും. അതായത്
ഇത് മതി, അതും തന്നെ അത് വിട്ട് യാ ഇട്ട് പോയി എന്നെ ഒഴിവാക്കിയിട്ട് അങ്ങോട്ട് ഞാനിവിടെ കൂല കുറച്ച് അങ്ങോട്ട് പോകും. ഇത് നന്നാക്കി എടുത്തിട്ടോ മോളെ, കുളിർ മഴയാണ് പെയ്യാൻ പോണെങ്കിൽ സെപ്പറേറ്റ് ആണ് ശരിക്കും ഷൂട്ട് ചെയ്തോ. പക്ഷെ ഉൾപ്പെടെ ഷൂട്ട് ചെയ്താണ് നീ ഉപയോഗിക്കാൻ ഇത് നിറച്ചെടുത്ത് ഇത് പ്രോസസ്സ് ഒന്ന് തന്നെയാണ് ഉണ്ടാക്കണൊക്കെ, പക്ഷെ നിന്റിൽ ആ കുളിർ മഴ ഉണ്ടാവാന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം കൂടി ചെയ്യാം, ഇതിൻ്റെ കൂടെ നിനക്ക് ഇഷ്ടപ്പെട്ട 1-2 മണം അതിൽ നിന്ന് എടുത്ത് സെലക്ട് ചെയ്തു എടുത്തു, നീ എടുത്തു. ഇതിപ്പോ അവരൊക്കെ അനുവദിക്കുന്നതൊന്നും കുഴപ്പമില്ല, അതൊക്കെ നിങ്ങളുടെ സഹോദരങ്ങൾ വരാന്ന് വിചാരിച്ചാൽ മോൾക്ക് ഇഷ്ടമുള്ളതാണ്ട് മണം എടുത്ത്. ആ വായിച്ചു, അങ്ങനെ പേടിക്കൊന്നും വേണ്ട, കൂളായിട്ട് നമ്മൾ കഴിഞ്ഞ് ഡോൺ വറി. ഇതന്നെ ഇത് 37 ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും റെസ്പെക്ട് ചെയ്തിട്ട് കൂടെ മൂപ്പർ ചെയ്തില്ലെങ്കിൽ ആയിരിക്കും നമ്മളും ആണുങ്ങളെ വാതിടുന്നത്. അത് വേണ്ട. എന്നാലും ബാക്കിയുള്ള പണിയൊക്കെ തുടങ്ങും, മൂപ്പർ സെലക്ട് ചെയ്ത് നിങ്ങളെ നേരം ഞാൻ വൈപ്പിക്കണില്ല. ഉണ്ടോ പറഞ്ഞത് പോയിരുന്നെന്ന് പറഞ്ഞോ യൂസഫ് കാർഡ് എടുത്ത്? Yes, yeah? Yeah, he's coming. Somebody is coming. Ajmal. ആരാ അവരുടെ കസ്റ്റമൈസർ? നമ്മളിത് താത്തിട്ടുണ്ട്. ആറാക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കണ ഇത് വൈറ്റ് മസ്കാണ്. അപ്പോൾ അവളുടെ ക്യാരക്ടർ അതിൽ മസ്ക് പോലെ, അതായത് മസ്കിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാദാ സീത എന്താ പറയുക ഇന്നസെൻ്റ് ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് ഈ മസ്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫ്രാഗ്രൻസ് ആണ്, ഒരു പക്ഷെ അങ്ങനെ തന്നെ ആയിരിക്കും ആളുടെ ക്യാരക്ടർ എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ മുമ്പ് ഞാനതിൽ കുറച്ച് ഫ്രൂട്ട് നമ്മുടെ യങ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് മണങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വൺ ഓഫ് ദ ഫേവറേറ്റ് ഫ്രാഗ്രൻസ് ആയിട്ട് സാറയുടെ ഫ്രാഗ്രൻസ് ആയിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷേ മോൾക്ക് ഇഷ്ടപ്പെട്ട കളറും പറഞ്ഞു. ഇഷ്ടപ്പെട്ട കളർ ബ്ലൂ വട്ടച്ചോന, അത് ചെറിയ വ്യത്യസ്തമാണല്ലോ പെണ്ണുങ്ങളിൽ നിന്ന് പുറത്തു പോയി. ഞാനതിനൊന്നും കൂടി ചെറുങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട്. ബ്ലൂ ആണ് ഇഷ്ടമെന്നെങ്കിലും കൂടെ ചെറുങ്ങനെ ഒന്നും കൂടി ഒരു ചെറിയ ബ്ലൂ വ്യത്യാസപ്പെടുത്തി. ഓക്കെ, ഇത് നിറച്ചു നോക്കും, ഇത് 2 നിറച്ചു നോക്കും. Sara blood perfume. Eh? 50 ഞാൻ 2 ആക്കിയിട്ട് വെക്കുക, കാരണം അവരാർക്കെങ്കിലൊക്കെ ഇഷ്ടപ്പെട്ടത് കൊടുക്കുക, കാരണം ബാഗിലിടാൻ പറ്റിയ സാധനം 2 ആക്കിയിട്ട് കിട്ടുക. നിങ്ങൾ ഇതെവിടെ പോയി സ്റ്റിക്ക്? Are you forced to maintain distance from people because of bad breath? It's time to choose the right toothpaste for yourself. Regain your confidence and switch to new Parodontax Gum Plus Breath and Sensitivity. Parodontax.
അതുപോലെ നിറച്ചോട്ടെ, ഇത് നിറച്ചിട്ട് കുറേ എപ്പോഴും ഗോൾഡ് ഒന്ന് ഗോൾഡ് ഇത് എനിക്കൊരു ആഗ്രഹമുണ്ട്, ഇത് അടിച്ചു കഴിഞ്ഞിട്ട് മൂപ്പരുടെ എക്സ്പ്രഷൻ നിങ്ങൾ മറ്റാളെടുക്കും. ഓക്കെ ഓക്കെ അപ്പോൾ ക്യാമറ നീ മാറ്റി ക്യാമറ ഇങ്ങോട്ട് അങ്ങോട്ട് തിളങ്ങട്ടെ. ആ അടി അടി ഇതല്ല റെക്കോർഡിംഗ് നോക്കിയോട്ടോ, എന്താണോ ഉള്ളത് അതേമാതിരി എക്സ്പ്രഷൻ ചെയ്യാം. പറഞ്ഞ പോലെ നമ്മൾ എങ്ങനെയാണ് പെർഫ്യൂം ഉണ്ടാക്കുന്നത്, അത് ഏതൊക്കെ രീതിയിലാണ് ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ യൂസുഫായി കാണിച്ചു തന്നത്. അതെ, എന്തായാലും വലിയ തിരക്കുള്ള ദിവസമാണ്. ഞായറാഴ്ച ഇപ്പോൾ പൊതുവധി ഞായറാഴ്ച ആണല്ലോ, വെള്ളിയാഴ്ച ആയിരുന്നല്ലോ. ആ തിരക്കിന്റെ സമയത്ത് ഞങ്ങളോട് ഈ സമയം അല്ലേ, നമ്മൾ 12:00 എത്തിയാണ്. ഇപ്പൊ സമയം പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളുമായിട്ട് സംസാരിക്കാൻ. അത് സുഗന്ധത്തിൽ വന്നു കഴിഞ്ഞാൽ പൊതുവെ സമയങ്ങൾ ഒരുപാട് നേരം എടുക്കും. കാരണം നമ്മൾ നല്ലൊരു പാർക്കിലാവട്ടെ, നല്ലൊരു ബീച്ചിലാവട്ടെ, നല്ല സുഗന്ധങ്ങൾ പരക്കുന്ന ഏത് നമ്മളൊരു നല്ലൊരു അതൊരു നമ്മൾ നല്ല ഗാനമേള ഏരിയ, നല്ല മ്യൂസിക്കൊക്കെ വരുന്നത് അവിടെ സമയം പോകുന്നത് നമുക്കറിയില്ല. അതേമാതിരിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രാഗ്രൻസിൻ്റെ വേൾഡും. ഫ്രാഗ്രൻസിൻ്റെ വേൾഡ് സമയം പോയാൽ ഞാൻ അത്രയധികം നിങ്ങൾ വിലപ്പെട്ട സമയത്ത് എടുത്തതിന് ഞാനും അങ്ങനെയല്ല അല്ലല്ല, അതൊക്കെ ഈക്വലാണ്. ഓരോരുത്തർക്കും എല്ലാവരുടെ വിലകൾക്കും എല്ലാവരുടെ സമയങ്ങൾക്കും അവരുടേതായ വാല്യൂകളുണ്ട്. പറഞ്ഞു മനസ്സിലായി. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളില്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളില്ല. കാരണം എന്താ പറയുക, നിങ്ങളിലൂടെയാണ് ഈ ജനങ്ങൾ ഇത് കാണുന്നത്. തീർച്ചയായിട്ടും എൻ്റെ സുഗന്ധങ്ങൾ പരത്തുന്നത് ഒരുപക്ഷെ എൻ്റെ ക്യാരക്ടറോ എൻ്റെ ഇത് മനസ്സിലാക്കുന്നത് നിങ്ങളിലൂടെയാണ്. നിങ്ങളില്ലെങ്കിൽ ഞങ്ങളും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ കണ്ണിലൂടെ, ഈ കാണുന്ന വോയിസിലൂടെയും ഒരുപാട് ജനങ്ങളിലൂടെ ഞങ്ങൾ എത്തട്ടെ, നിങ്ങളുടെ സുഗന്ധങ്ങൾ പരത്തട്ടെ. ചെയ്യുന്ന പ്രവൃത്തിയിൽ എല്ലാവർക്കും നല്ല നല്ല ഉയർച്ചകൾ ഉണ്ടാവട്ടെ. ബി പോസിറ്റീവായി ചിന്തിക്കുക, പോസിറ്റീവായി പ്രവർത്തിക്കുക. അപ്പോൾ ബൈ ബൈ ബൈ.